മഹാനദി എവിടെയാണോ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത് അവിടെയാണ് ചിത്ര കഥ പറഞ്ഞ് തുടങ്ങിയത്. സാറ് വിക്രത്തിന്റെ കഥ പറയുമ്പോൾ ലോകേഷോട് ചോദിക്കണം നമ്മളിപ്പോൾ ഇതാണോ ചെയ്യേണ്ടത് എന്നുള്ളത്. സാർ എപ്പോഴും ഫ്യൂച്ചറിലാണ്, എപ്പോഴും അമൽ സാറുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് 20 വർഷത്തിന് ശേഷമാണ്. എങ്ങനെയാണ് ഇപ്പോഴും ഈ ഫ്യൂച്ചറായിട്ട് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൽഹാസൻ എന്ന പ്രതിഭയിലൂടെ മാത്രം മനസ്സിലാക്കുന്നത്? അങ്ങനെയല്ല, nobody can see beyond their enemies. അതാണ് സത്യം. ഈ കച്ചവടത്തില് അത് കുറച്ച് താമസിക്കും, ആ താമസമാണ്. You can understand it. That means it's already ready for you to see. You can understand. You understand a film by Nolan. Nolan's picture runs well here. The reason why we don't do it is there are certain rules in the business of cinema. You are ready, I am ready. This Amazon, you are not ready. Nobody sees the future so clearly, at least not me. Don't blame me for that and push me towards future. I will be much older if you push me to future. Use me now as I am. If you say, സാറെല്ലാം ഫ്യൂച്ചറാണ്, പിന്നെ മനസ്സിലാവും എന്ന് തൽക്കാലം കൈയടിക്കേണ്ട സമയത്ത് ഉണ്ടാകുന്ന കുഴപ്പമാവും. 1996 ഇന്ത്യൻ സിനിമ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. രണ്ടാം ഭാഗം എത്തുമ്പോൾ അതിനും അപ്പുറത്തേക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ ഒരു ചേഞ്ചിങ്, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങൾ ഷെയർ ചെയ്യും. ഈ പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ള പേടി ഞങ്ങൾക്കും ഉണ്ട്. അത് കഥ എഴുതാൻ തുടങ്ങുമ്പോഴേ അതിന് സാധാരണ നല്ല വലിയ ബന്ധത്തെ അത് പറയുന്നുണ്ട്. ഇത് എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആദ്യം വെച്ചെടുത്തു, പിന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ആഗ്രഹങ്ങൾ അതിൻ്റെ വെച്ചെടുത്തു. അതും കഴിഞ്ഞിട്ടാണ് ഈ തിരക്കഥ ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ആഗ്രഹം കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ടീച്ചറി. കൽപ്പിക്ക് വേണ്ടി ട്രാവൽ ചെയ്യുന്നു, ഇന്ത്യക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓൺ ദ അതർ സൈഡ് സാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളാണ്. എങ്ങനെ സാർ വികസിപ്പിക്കും ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു സിനിമ എത്രത്തോളം വിഷയം? ഒരിക്കൽ ഇവിടെ വന്ന ഒരു അപ്പാസ് വാങ്ങിച്ച് നോക്കിയാൽ മനസ്സിലാക്കും. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എനർജി എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവും. ശമ്പളം അതൊക്കെ ഓക്കെ, അതിന് ടാക്സ് കൊടുക്കണം. ഇതിന് ആരും എന്നോട് ടാക്സ് ചോദിക്കാൻ പറ്റില്ല. That is where my energy comes from. Your enthusiasm to watch me on screen makes me go on screen. Louder. How was it? How was it evolved? Let me start with the very first Star Mountain in the Achante photography, photography. അതൊക്കെ കൊടുക്കുന്നത് ഞങ്ങളുടെ കൺസെപ്ഷൻ. പക്ഷെ അത് ആദ്യം ചെയ്ത് കാണിച്ചു. Michael Westmore 28 years back. He did something for us which was not available anywhere in India. We were very grateful. After 28 years, he had retired. But without any sort of big effort, or he helped other young makeup men come up with newer techniques, there were a lot of problems because some of the techniques didn't agree with me. They had to stop shooting. So they changed. It is like a laboratory science. It is a little rocket science also in India, and but it is rocket science. And so many people work, so many chemists work to make it possible to continue working without problem, and then they're working in other business also. So avarke the stunt out the dialogue
everything has changed over time. And we are trying to catch up. But we know that we will be kind to an old man like Senapati. So we tried our best. The old man has tried his best. വന്നപ്പോൾ എയർപോർട്ടിൽ PM-നെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ തടഞ്ഞു നിർത്തി. അപ്പോൾ അതിൽ ഒരാൾ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു, നിങ്ങൾ ആരൊക്കെയാണെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എനിക്ക് മാറ്റാൻ പറ്റില്ല, അതിനെ ഫോളോ ചെയ്യുന്നു പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അവനാണ് യഥാർത്ഥ ഇന്ത്യൻ എന്ന്. SD സൂര്യ റീസെന്റ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അത് ഭയങ്കര വൈറലായി. അതൊക്കെ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തു. സോ സാറിനോട് തന്നെ ചോദിക്കുകയാണ്, ഒരു ഇന്ത്യൻ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും? Exactly. When we say that ഇനി മഹാത്മാഗാന്ധി എപ്പോഴും ഒരാളെ ജീവിക്കുന്നത് അന്നത് ജനിക്കുന്ന വ്യക്തമാണ് എന്നുള്ളത് അങ്ങനെ ഇല്ല എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ എവിടെയെങ്കിലും സന്ദേശത്തിൽ നോക്കിയോ ഒരാളുണ്ടോ ഉണ്ട് ഈ സ്റ്റാൻഡിങ് റൂട്ട്സായി അയാൾക്ക് ഇവിടെ അകത്ത് കയറാൻ താല്പര്യമുണ്ടാവില്ല. But he might be the next Gandhi, but we have to recognize it. That starts with that airline counter guy who says, I'm sorry. They said that we'll put connect you to the PM's office. And he said, okay, give me, I'll talk to the PM. Our dhairyam, our valor, I appreciate it. Other people were slightly upset of missing the flight, but we got the right track. Flight to Islamabad, but generally we've got it. That is what I was saying, and I meant it seriously. And this film talks about it. The onus of honesty cannot be always transferred to somebody else. അയാള് honest-ആയി ഇരുന്നിരിക്കുന്നു എന്ന് പറയുന്നേക്കാൾ ഞാൻ അങ്ങനെ ആയിരുന്നു ആ സമയത്ത് എന്ന ചോദ്യമാണ് ആവശ്യമായ ചോദ്യം. That question is asked by the film. The answer is shown in the film. That is very important. அவர்களெல்லாம் கட்சிக்காட்டுமா கதை சொல்லும்போது வாங்கிக்கிறாங்க. உள்ள சீடு படிச்சு பார்த்தாலே போகணும், அவங்க வந்து என்ன வேணுமோ கரெக்டாக கொடுத்துருவாங்க. எங்கேயாவது ஒரு சின்ன இப்படி இருக்கலாமா அப்படி இருக்கலாமா அப்படின்னு தோணும்போது மட்டும் அவர்கிட்ட டிஸ்கஸ் பண்ணி பண்ணுவோம். அப்போதான் வந்து அவருக்கு வந்து நடிப்பு சொல்லிக் கொடுக்க வேண்டிய அவசியம் இல்லை. തവര ഞാൻ കണ്ടത് സെക്യൂരിറ്റിയിലാണെന്ന് ഞാൻ പറയാം. ഡയറക്ടർ he called for Bobby Simon, Siddharth. He only looks at the photograph and decides this man will play. He wants that voice, he wants that face. I have never seen him act and show. He only show the position. He wants the quality to be of that actor, and that is the job of an actor. That is why we are paying so much to the actor, not whether the director can up his BP conducting every actor's role. Best part of an actor is to bring the best from every actor, however small he is. And you will see that in this film. There are certain scenes, and even in the next part, there are certain scenes where small actors will excel. மீசோட எப்படி இருக்கும், மீசை இல்லாமல் எப்படி இருக்கும் அப்படிலாம் ஆப்ஷன் வச்சு எது நல்லா இருக்கோ அந்த மாதிரி ஃபிக்ஸ் ஆகும். எனக்கு ஞாபகம் இருக்கிற வரைக்கும் என்னன்னா, இந்த மீசை இல்லாமல் அது ஒட்டுறதுக்கு முன்னாடி அந்த சேனாபதியை பார்த்து அசந்துடும், பயங்கரமாக இருக்குது, என்ன காட்டே போல இன்னொரு ஆப்ஷன் அந்த மீசை வச்சு பார்க்கணும். ஸோ அப்படி எடுத்தால் பார்த்தா எனக்கு ஞாபகம் இருக்குது. Apona, when they thought about it, then they had a dialogue which is actually very emotional, where he said, I took off my mustache because it was so thick. Now I will kill you. That became a very important part of the film. In കേരളത്തിൽ വന്ന് തയ്യവും കഥകളിയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് അത് പറയുന്നത്, if you don't have to say, there are people who lie down and sleep while makeup is being made. That is the tradition of Kerala. Much before Hollywood, much before everything. So here it was easy. I've seen my guru, P.K. Shanmugam, prepare for Abhaya, a play for which he didn't make
wealth overnight. But for a play, he'll come at 3:30 in the afternoon and he'll be ready at 6:30. It's for a stage and he'll do it every day. So however, what you are time is not, but you will see, it won't, the play will get over in 3.5 hours. But shooting will take 50 days for a normal film. If the center of the character comes to the set only at 10 and has to leave by 3 or 4 because even if he stays, a makeup won't look good in camera. So that is the time space. So that is the most difficult logistic problem we have to face. It is a big film. He is taking you to that level of collection. That's not all. Next man should beat that record or come to that record. That has nothing to do with talent, either Mr. Shankar or the actor. That is the collection that Gopalan said that 638 points and it was collected very well. It is the best in Shankar's career. Now that is not a down for him. That is an enthusiasm for him and me. It would not, ഇതിനും കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള പേടിയും വരില്ല, സങ്കടവും വരില്ല. Because this is the art we are looking for. ഇപ്പം ഞാനൊരു ഈ രംഗത്ത് പറഞ്ഞ് തുടങ്ങിയപ്പോൾ 19 പ്രിന്റ് ചെയ്തെടുത്ത നടനാണ് ഞാൻ. ഇന്ന് 638. That will be the growth or there will be no growth. I have seen much more talented actors than me who have never had an opportunity of even meeting someone.